നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. അടുത്ത റോസ്റ്റ് വീഡിയോ ഏത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ ഇട്ടിരുന്നു. അവതാരമാണ് വോട്ടിങ്ങിൽ മുമ്പിൽ വന്നതെങ്കിലും കമന്റ് സെക്ഷനിൽ മൈ സ്റ്റോറിയുടെ ആറാട്ടായിരുന്നു. കമന്റ്സിൽ കൂടുതൽ ആളുകളും മൈ സ്റ്റോറിയുടെ റോസ്റ്റ് വീഡിയോ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിലും വോട്ടിങ്ങിൽ അവതാരം മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ അവതാരം തന്നെ കാണാൻ തീരുമാനിച്ചു. തുടർച്ചയായി 4 ദിവസം ഇരുന്ന് കണ്ടിട്ടും അടുത്ത അരമണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാനേ എനിക്ക് സാധിച്ചുള്ളൂ. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കണക്കിന് മുമ്പോട്ട് പോയാൽ ഈ നൂറ്റാണ്ടിലൊന്നും അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ വളരെ ബുദ്ധിപൂർവ്വം അവതാരം അവിടെ വെച്ച് തന്നെ നിർത്തി മൈ സ്റ്റോറി കാണാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇത്തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് മൈ സ്റ്റോറി. സിനിമ തുടങ്ങുന്നത് നായകന്റെ കുട്ടിക്കാലത്താണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നിമിത്തങ്ങൾ ഉണ്ടാകും. അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു നിമിത്തങ്ങളോ സൂചനകളോ ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ കിട്ടിയെന്നിരിക്കും. അതേപോലെ നമ്മുടെ നായകന്റെ കുട്ടിക്കാലത്തും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി വളരെ ഗംഭീരമായ ഒരു സൂചന തന്നെ കിട്ടി. മഹാഭാഗ്യം എന്റെ പൊന്നെ, നിനക്ക് ഈശ്വരാധീനം ഉണ്ടല്ലോ എന്റെ കൊച്ചനെ. ആ മഹാഭാഗ്യം, ഈശ്വരാധീനമുണ്ട്. ആ സൂചന കണ്ടപ്പോൾ തന്നെ ബാർബറിന് മനസ്സിലായി 10-28 വയസ്സാകുമ്പോൾ തന്നെ മുടിയെല്ലാം കൊഴിഞ്ഞ് വിഗും വെച്ച് നടക്കേണ്ടി വരുമെന്ന്. ആസ് എ റിസൾട്ട് പടത്തിലുടനീളം നായകന്റെ തല ഈസ് ലൈക്ക് വിഗ് വെക്കുന്നതോ വെച്ചു. എന്നാ പിന്നെ ഇത് വിഗ് ആണ് എന്ന് മനസ്സിലാകാത്ത തരത്തിൽ തലയ്ക്ക് ചേരുന്ന ഒരെണ്ണം മേടിച്ച് ഇങ്ങർക്ക് വെച്ചൂടെ? ഇതൊരുമാതിരി കറണ്ട് കമ്പിയിൽ ഇരുന്ന് ഷോക്ക് അടിച്ച് ചത്ത കാക്ക നേരെ തലയിലോട്ട് വന്ന് ലാൻഡ് ചെയ്ത പോലുണ്ട്. അങ്ങനെ നമ്മുടെ പയ്യൻ വളർന്ന് വലുതായി ഒരു മിമിക്രി ആർട്ടിസ്റ്റായി. ജയ് എന്ന ജയകൃഷ്ണൻ. ഇതിപ്പോ അമിതാഭ് ബച്ചനെയാണോ ഉദ്ദേശിച്ചത്? കേട്ടിട്ട് പൃഥ്വിരാജിന്റെ ശബ്ദം പോലെ തന്നെ ഉണ്ട്. അണ്ണനെ ആരാ മിമിക്രി പഠിപ്പിച്ചത്? ടിനിട്ടോ വല്ലതും ആണോ? അപ്പൊ മിമിക്രിയിലുള്ള കഴിവ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ ജയ് വില്യംസ് എന്ന സിനിമാ ഡയറക്ടറുടെ അടുത്ത് പോയി ചാൻസ് ചോദിക്കും. സാർ, എന്റെ പേര് ജയ്. വില്യറ്റിന് അടുത്ത ചെയ്യുന്ന സിനിമയില് എനിക്കൊരു റോള് തരണം. അതും വെറും ക്യാരക്ടർ റോളൊന്നുമല്ല, ഹീറോ. വെള്ളം അടിച്ച് ഫിറ്റ് ആയിട്ടിരിക്കുമ്പോൾ ചെന്ന് ചോദിച്ചാൽ ആരായാലും ചാൻസ് അല്ല, ചങ്ക് വരെ പറിച്ചു കൊടുക്കും. എന്തായാലും വില്യംസിന്റെ അടുത്ത പടത്തിലെ ഹീറോയാണ് ജയ്. ആ പടത്തിലെ ഹീറോയിൻ മറ്റാരുമല്ല, 4 ഭാഷകളിലെ ലക്കി സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ താര. നീ ഇനി അങ്ങോട്ട് ഓർക്കേണ്ട ഒരേ ഒരു പേരേ ഉള്ളൂ. അത് ഈ സിനിമയുടെ നായികയുടെയാ, താര. ശ്രീദേവിക്ക് ശേഷം സൗത്ത് ഇന്ത്യയിലെ 4 ഭാഷകളിലെ ഏക ലക്കി സ്റ്റാർ ഇവളൊന്നേ ഉള്ളൂ. എമ്മാതിരി മാർക്കറ്റാ. ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. എന്തായാലും ലക്കി സ്റ്റാർ താരയും മിമിക്രി സ്റ്റാർ ജയും അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നുമല്ല, പോർച്ചുഗലിലുള്ള ലിസ്ബണിലാണ്. വെൽക്കം ടു ലിസ്ബൺ. അത് പറഞ്ഞപ്പോഴാ റോഷ്നി ദിനകറാണ് ഈ സിനിമയുടെ സംവിധായിക. റോഷ്നിയുടെ ഭർത്താവ് ദിനകറാണ് ഈ പടത്തിലെ പാവം പിടിച്ച പ്രൊഡ്യൂസർ. ഈ റോഷ്നി കോട്ടയംകാരിയാണ്. എനിക്ക് തോന്നുന്നു സംഭവിച്ചത് ഇതാണ്. റോഷ്നി ഭർത്താവിനോട് പറഞ്ഞു കാണും, അതെ കുറെ നാളായി ഞാൻ കോട്ടയത്തൊക്കെ ഒന്ന് പോയിട്ട് എനിക്കൊരു 2 ആഴ്ച കോട്ടയത്ത് പോയി വെക്കേഷൻ നിൽക്കണമെന്ന് പറഞ്ഞു കാണും. ഭർത്താവ് അതോട്ട് സമ്മതിച്ചു കാണത്തില്ല. അതിന്റെ പ്രതികാരമായിട്ടാണ് ഭർത്താവിനെ കൊണ്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യിച്ച് അതിന്റെ ലൊക്കേഷൻ അങ്ങ് പോർച്ചുഗലിലാക്കിയത്. അല്ലാതെ ഈ തല്ലിപ്പൊളി ബോംബ് കഥ പോർച്ചുഗലിലായാലും പോഞ്ഞിക്കരയിലായാലും പൊട്ടാനുള്ളത് പൊട്ടും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് അതങ്ങ് ചെയ്തു കൊടുത്തേക്കണം, അല്ലെങ്കിൽ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? എനിവേസ്, കമ്മിങ് ബാക്ക് ടു മൈ സ്റ്റോറി. അപ്പൊ ഈ വില്യംസിന്റെ പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ക്രോഡീശ്വരനായ ഡോൺ ഡേവിഡ് ഈപ്പൻ. ഈ ഡേവിഡ് ഈപ്പൻ താരയെ കെട്ടാൻ പോവാണ്. അവരുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചതാണ്. This is Tara, the jewel in David's crown. പക്ഷെ താരയ്ക്ക് ഈപ്പൻ അത്ര പോരാ. ഒരു കൊച്ചു പെങ്കുഞ്ഞിനെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അനങ്ങാനും കട്ടെന്ന് കേൾക്കുമ്പോൾ നിൽക്കാനും ശീലിപ്പിച്ച ഒരു അച്ഛനെയാണ് നിങ്ങൾ കെട്ടുന്നത്, അല്ലാതെ എന്നെ അല്ല. കൊച്ചു പെൺകുഞ്ഞോ? ആര്, ഈ താരയോ? ആ കഷ്ടം. പിഞ്ചു കുഞ്ഞാണല്ലേ.
അപ്പൊ ഈ താര വെറും ഒരു ലക്കി സ്റ്റാർ മാത്രമല്ല, ഒരു ഫിലോസഫർ കൂടിയാണ്. ഒരു സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പുകൾ പോലെയാണ് താരയുടെ മൊഴിമുത്തുകൾ. ഒരു നാടിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ കുറെ സ്ഥലങ്ങളും ആൾക്കാരെയൊക്കെ കണ്ടാൽ പോരാ. എനിക്കറിയാം. ആ നാടിനെ പറ്റി പഠിക്കണം, ആ നാടിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കണം, ആ നാടിന്റെ ഇതിഹാസം അറിഞ്ഞിരിക്കണം. ആ നാട്ടിലുണ്ടായ കള്ളു കുടിക്കണം. അടിപൊളി. അവിടുത്തെ വെയിലും മഞ്ഞും ആ മണ്ണിൽ വീണ ചോരയും കണ്ണീരും ഒക്കെ കൂടി കലർന്നുണ്ടായതാണ്. അതാണ് ഈ കുപ്പിക്കകത്തുള്ളത്. വാറ്റാണോ? ഒരു നാടിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ കുറെ സ്ഥലങ്ങളും ആൾക്കാരെയൊക്കെ കണ്ടാൽ പോരാ. ആ നാട്ടിലുണ്ടായ കള്ളു കുടിക്കണം. അവിടുത്തെ വെയിലും മഞ്ഞും ആ മണ്ണിൽ വീണ ചോരയും കണ്ണീരും ഒക്കെ കൂടി കലർന്നുണ്ടായതാണ്. അതാണ് ഈ കുപ്പിക്കകത്തുള്ളത്. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? സാധാരണ ആളുകള് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകും. പക്ഷെ ഇവിടെ ജയ്യും താരയും സിനിമ കട്ട് ചെയ്ത് ചന്തയിൽ കറങ്ങി നടക്കും. ഒരു ദിവസം താര വന്നിട്ട് ജയ്യോട് പറയും, അതെ ഇന്ന് നമുക്ക് ഷൂട്ടിംഗ് കട്ടടിച്ചിട്ട് കറങ്ങി നടക്കാമെന്ന്. പക്ഷെ ജയ്യുടെ കയ്യിൽ കാശില്ല. ജയ ഫ്രീ ആണെങ്കിൽ നമുക്കൊരിടം വരെ പോയാലോ? അവിടുന്ന് നേരെ നടന്ന് വലത്തോട്ട് ഇരിഞ്ഞ അപ്പൂപ്പന്റെ കാഫറ്റേരിയ. അവിടുന്ന് ഒരു കാപ്പി കുടിച്ച് ടാക്സി ഓടിക്കുന്നു. ഓക്കെ? അതല്ല മാഡം, കയ്യില് ക്യാഷ് ഇല്ല. പക്ഷെ താര പറയും, ഡോൺ വറി, ഇവിടെ കേരളത്തിലെ പോലല്ല. ലിസ്ബണിൽ സാധനങ്ങളൊക്കെ ഭയങ്കര വിലക്കുറവിൽ കിട്ടുമെന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ജയ് ഷൂട്ടിംഗ് ഒക്കെ പോട്ട് പുല്ലെന്ന് പറഞ്ഞിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങും. സേലം മാങ്ങ മാങ്ങ 1.5 കിലോ പത്തേ. ആ തേങ്ങ 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 നാടൻ തേങ്ങ 1 10. ആ മാങ്ങ മാങ്ങ സേലം മാങ്ങ മാങ്ങ 1.5 കിലോ പത്തേ. തേങ്ങ 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 നാടൻ തേങ്ങ 1 10. വെള്ളരി മത്തങ്ങ കോവക്ക നാരങ്ങ തുടുത്ത പാവക്ക 110. ഈന്ത 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 പഴവും 110. ഉണക്ക മുന്തിരി 38, ചൊറിയൻ ചേമ്പിന് 56. നെല്ല് 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 പഴങ്ങളെല്ലാം വയോ വയോ വാങ്ങാൻ വയോ പഴങ്ങളെല്ലാം തീരാൻ പോണേ. ആ മാങ്ങ മാങ്ങ സേലം മാങ്ങ മാങ്ങ 1.5 കിലോ പത്തേ. തേങ്ങ 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 നാടൻ തേങ്ങ 1 10. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും. പക്ഷെ നമ്മുടെ ജയ്മോൻ ആ പഴഞ്ചൊല്ലിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കണ്ണാടി നന്നായാൽ മൊബൈൽ ഫോൺ വേണ്ട. എന്താ ഇത്? മീമോ ലോകത്തിലെ ആദ്യത്തെ പ്രീപെയ്ഡ് ഫോണാണ്. എന്റെ സുഹൃത്ത് പക്ഷെ ഇവനാണ്. ഒരു കാലവും ചതിക്കാത്ത, ഒരു ചെലവും വരുത്താത്ത, മുഖത്ത് നോക്കി കാര്യം പറയുന്ന, പിറന്ന പടി നിന്നാലും നാണിപ്പിക്കാത്ത ഈ കണ്ണാടി. അത് ഒരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലർ ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈലും കൂടെ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മുടെ ജയ്മോന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ബാത്റൂമിൽ ഓൾറെഡി ഒരു കണ്ണാടി ഉണ്ടല്ലോ. എന്തായാലും അന്നേരം താരമോള് പറയും, എനിക്കെന്തോ എത്ര നോക്കിയിട്ടും ഇതിൽ അങ്ങനെ ഒരാളെ കാണാൻ പറ്റുന്നില്ല. എന്തായാലും ജയ്യുടെ ഈ ദാരിദ്ര്യവും പിശുക്കും ഒക്കെ കാണുമ്പം താരമോൾക്ക് ജയ്മോനോട് ചെറിയൊരു പ്രേമം തോന്നും. അങ്ങനെ അവര് ഷൂട്ടിംഗ് തുടങ്ങും. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. ട്രാക്ക് മാറ്റി. किस ओर चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है अनकही जो है अनसुनी, वो बात क्या है बता मितवा. कहे धड़कने तुझसे क्या मितवा, ये खुद से तो ना तू छुपा.
അപ്പോൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പാക്കപ്പ് ആകുമ്പം താര വന്നിട്ട് ജയ്യോട് പറയും നമുക്കൊരു ട്രിപ്പിന് പോകാമെന്ന്. അതായത് ഈ താരയും ഡേവിഡ് ഈപ്പനുമായിട്ടുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. ഒന്നാമത് ഈ ഡേവിഡ് ഈപ്പന് ഈ താരയും ജയ്യുമായിട്ടുള്ള അടുപ്പം അത്ര ഇഷ്ടമല്ല താനും. എങ്കിലും താരയ്ക്ക് കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്, എപ്പോഴും അങ്ങ് കുട്ടിക്കളിയാണ്, മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിക്കളയും. അങ്ങനെ താരയും ജയ്യും കൂടെ മാഡ്രിഡിന് ട്രിപ്പ് പോകും. നമ്മൾ പോകുന്നു എങ്ങോട്ട്? മാഡ്രിഡ്. അങ്ങനെ ആട്ടവും പാട്ടും എല്ലാം കഴിയുമ്പം താര ജയ്യോട് ചോദിക്കും, നാളെ നീ വലിയൊരു സ്റ്റാറായി കഴിയുമ്പം ഒബ്വിയസ്ലി നിനക്ക് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് കിട്ടും, കാരണം അത്രയ്ക്ക് ഉള്ള അഭിനയമാണല്ലോ. അങ്ങനെ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ നീ എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം കിട്ടുന്ന ദിവസം ലോകത്തിനോട് എന്തു പറയും? പറ. അതോടെ താര സ്ട്രാറ്റജി ചെറുതായിട്ടൊന്ന് മാറ്റും. ഇനി കുട്ടിക്കളികളില്ല, ഇനി കളികൾ വേറെ ലെവൽ. അങ്ങനെ സ്പീച്ചും കൊടുത്ത് ജയ്മോൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് പണിയാണ് താര കാണിച്ചത്. കൺസെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ? അതായത് ഈ താരയ്ക്ക് ജയ്യോടാണ് വൺ സൈഡ് പ്രേമം ഉള്ളത്, അല്ലാതെ ജയ് താരയെ പ്രേമിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ പോലും അവൻ പറഞ്ഞിട്ടില്ല. പാവം പിടിച്ചവൻ എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിൽ അഭിനയിച്ച് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവളാണെങ്കിൽ അവന്റെ ഇഷ്ടവും കൺസെന്റും ഒന്നും നോക്കാതെ ചുമ്മാ കയറി അങ്ങ് ഉമ്മ വെക്കുക. ഒരിക്കലും ഉമ്മ വെച്ചതോ പോട്ടെ, ആ പാവം പിടിച്ചവൻ്റെ വാ വരെ പൊത്തിപ്പിടിച്ച് ഒന്ന് നിലവിളിക്കാൻ പോലും സമ്മതിക്കാതെ, അവൻ്റെ കണ്ണീരിന് പോലും വില കൊടുക്കാതെ ഇതെൻ്റെ അവകാശമാണെന്നും കൂടെ പറഞ്ഞ് താര ജയ്യെ പിച്ച് ചീന്തി ഗൈസ്. ഈ നിമിഷം ഇതെന്റെ അവകാശമാണ്, ഇതെനിക്ക് തന്നൂടെ? സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. താര ഓൾറെഡി 4 ഭാഷകളിലെ ലക്കി സ്റ്റാറാണ്. ജയ് ആദ്യമായി സിനിമ ചെയ്യുന്ന ഒരു പുതുമുഖ നടനും. ഒരു പുതുമുഖ നടന് ഇൻഡസ്ട്രിയിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തുമാത്രം ത്യാഗമാണ് സഹിക്കേണ്ടി വരുന്നത്. താര ജയ്യുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് പീഡിപ്പിച്ചു. റൊമാൻറ്റിക് BGM ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും സത്യം അതല്ലാതാകുന്നില്ല. സിനിമയിലുള്ള ഇത്തരം കാസ്റ്റിംഗ് കൗച്ചിനെതിരെ പ്രതികരിക്കാൻ ജസ്റ്റിസ് ഫോർ ജയ് എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഡേവിഡ് ഈപ്പനെ പറ്റിച്ച് ജയ്യെ ഫിസിക്കലി അബ്യൂസ് ചെയ്ത് ഓരോ പിച്ചും പെയ്യും പറഞ്ഞ് ജയ്യെ ബ്രെയിൻ വാഷ് ചെയ്ത് താര ജയ്യേയും കൊണ്ട് ഒളിച്ചോടാൻ തീരുമാനിക്കും. പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ചടങ്ങ് തെറ്റിക്കണ്ട. നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നീ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തെങ്കിലും ഇതിലേക്കിടും. അത് ഇവിടുത്തെ ബിലീഫാ. ഞാൻ വിചാരിച്ച് മണ്ടൻ ജയ് പുള്ളിയുടെ പാസ്പോർട്ട് എടുത്ത് വെള്ളത്തിൽ ഇടുമെന്ന്. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ജയ് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചില്ലറ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഒളിച്ചോടും. എന്തായാലും ചില്ലറ കാശ് കൊടുത്തത് ലിസ്ബൺ പുണ്യാളന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം തന്നെ ഡേവിഡ് ഈപ്പൻ വന്ന് രണ്ടിനെയും കൈയോടെ പൊക്കും. അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ശീലമുള്ള താര ഈപ്പനെ കാണുമ്പോൾ അപ്പം തന്നെ ജയ്യെ നന്നായിട്ടങ്ങ് തേക്കും. മതി, പോവാം. അങ്ങനെ 20 വർഷങ്ങൾ കഴിഞ്ഞു. 200ഓളം സിനിമകൾ ചെയ്ത ജയ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി മാറി. 20 years, 200 films.
സിനിമകൾ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും 20 വർഷങ്ങൾക്ക് മുമ്പ് ജയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സിദ്ധു. ഈ സിദ്ധുവിന്റെ മകനാണ് ഇപ്പോ സൂപ്പർ സ്റ്റാർ ജയുടെ മാനേജർ. അതും സിദ്ധു തന്നെയാണ്, കൊച്ചു സിദ്ധു. സോ ഷാൽ വി മൂവ്? അങ്ങനെ 200ഓളം സിനിമകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ജയ്ക്ക് ആദ്യമായിട്ട് ഏഷ്യാനെറ്റിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി, അതും കലണ്ടർ എന്ന സിനിമയുടെ പെർഫോമൻസിന്. പച്ചവെള്ളം തച്ചിന് സോജപ്പൻ പദപദയും വീഞ്ഞാക്കും തക്കത്തിന് വന്നാൽ നാട്ടാരെ പൂസാക്കിടും മാറ്റുരച്ചു നോക്കി പൊന്നപ്പൻ പൊടിയെടുത്ത് മൂസാക്കും പാലെടുത്ത് ഷീറ്റടിച്ചായൻ തോരാനിടും പച്ചവെള്ളം പച്ചിന് സോജപ്പൻ പദപദയും വീഞ്ഞാക്കും തക്കത്തിന് വന്നാൽ നാട്ടാരെ പൂസാക്കിടും. Best Actor Award goes to Jay. Please know what you're feeling right now. നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം കിട്ടുന്ന ദിവസം ലോകത്തിനോട് എന്തു പറയും? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ. അപ്പൊ അവാർഡും മേടിച്ച് തിരിച്ച് റൂമിൽ വന്ന് നോക്കുമ്പോൾ നെറ്റും ഇല്ല, കറണ്ടും ഇല്ല. അപ്പോഴാണ് ജയ്ക്ക് പഴയ താരയെ ഓർമ്മ വന്നത്. ഉടനെ താരയെ കാണാൻ വേണ്ടിയിട്ട് ജയ് ലിസ്ബണിലോട്ട് കെട്ടിയെടുക്കും. അവിടെ ചെന്ന് നോക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് കോടീശ്വരനായിരുന്ന ഡോൺ ഡേവിഡ് ഈപ്പൻ ഈ താരയുടെ ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് കാരണം ഇപ്പോൾ ഒരു ഹോട്ടലിൽ പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഹോട്ടലിൽ ചെന്ന് ഒരു ക്വാർട്ടർ കുഴിമന്തി ഓർഡർ ചെയ്യാനും പറഞ്ഞ് നോക്കുമ്പോൾ താര അവിടെ ഇരുന്ന് വയലും വീടും പരിപാടി അവതരിപ്പിക്കുന്നു. പക്ഷേ അത് താരയല്ല, താരയുടെ മോളാണ് കൊച്ചു താര. ആ റോള് ചെയ്യുന്നതും പാർവതി തന്നെയാണ്. അതായത് സിദ്ധുവിൻ്റെ മോനും സിദ്ധു തന്നെ, താരയുടെ മോളും താര തന്നെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതുവരെ കേട്ടുകേൾവി പോലില്ലാത്ത അത്ഭുതമാണിത്. പുനർജന്മങ്ങളുടെ ഒരു മഹാസംഗമമാണ്. അങ്ങനെ പുനർജന്മങ്ങളുടെ മഹാസംഗമമൊന്നും അല്ല. ഒരാവശ്യമില്ലാതെ ലിസ്ബണിലും മാഡ്രിഡിലും ഒക്കെ കറങ്ങി നടന്നു കഴിഞ്ഞപ്പം പ്രൊഡ്യൂസറിന്റെ കയ്യിലെ കാശ് തീർന്നു. അങ്ങനെ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഉള്ളവരെ തന്നെ പിന്നെയും പിടിച്ച് മുടിയും വെട്ടിച്ച് ഇറക്കിയേക്കുക. അപ്പൊ സൂപ്പർ സ്റ്റാർ ജയ് 20 വർഷങ്ങൾക്ക് ശേഷം ലിസ്ബണിൽ വന്നപ്പോൾ ഈ ഡേവിഡ് ഈപ്പന്റെ ഹോട്ടൽ കണ്ടുപിടിക്കാനും കൊച്ചുതാരയെ കണ്ടുപിടിക്കാനും ഒക്കെ സഹായിച്ച ഒരു സാധു സ്ത്രീയുണ്ട്. അവരെ കാണുന്ന ഉടനെ ഈ കൊച്ചുതാര പറയും, ഇത് മധുര, എൻ്റെ ഇവിടെ അടുത്തൊരു കോൺവെന്റിലെ സിസ്റ്ററാണ്. മൂഞ്ചി കണ്ടറിയാം. 30 യൂറോ? ഹാ, അതെന്നെ വർത്താനമാ. ഒരു സ്ത്രീയെ കണ്ട ഉടനെ അവർക്ക് 30 യൂറോ വിലയിടുന്നതൊക്കെയല്ലേ ശരിക്കും സ്ത്രീവിരുദ്ധതയും ഒബ്ജക്ടിഫിക്കേഷനും. ഇപ്പൊ ഈ ഡയലോഗ് പറഞ്ഞത് നായകനായിരുന്നുവെങ്കിൽ ഇവിടെ വലിയ കോലാഹലം ഉണ്ടായേനെ. പക്ഷേ പറഞ്ഞത് നായിക ആയതുകൊണ്ടും മൈ സ്റ്റോറി എന്ന ഈ സിനിമ 16 നിലയിൽ പൊട്ടിയതുകൊണ്ടും ഇതാരും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ പ്രശ്നം അതല്ല. 2016 കസബ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾക്കെതിരെ പ്രതികരിച്ചവരിൽ മുൻപന്തിയിൽ നിന്നയാളാണ് പാർവതി. പിന്നീട് 2 വർഷം കഴിഞ്ഞ് 2018 മൈ സ്റ്റോറി എന്ന ഈ സിനിമയിൽ സ്ത്രീവിരുദ്ധതയും ഹൈലി ഒബ്ജക്ടിഫിക്കേഷനുമുള്ള ഡയലോഗുകൾ പറയാൻ പാർവതിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല എന്നതാണ് വിധിയുടെ വിളയാട്ടം. പ്രത്യേകിച്ചും ഈ സിനിമയുടെ ഡയറക്ടർ ഒരു സ്ത്രീയാണെന്നതിരിക്കെ. I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. No way the cinema, and I wouldn't want to say it. And one of മൂഞ്ചി കണ്ടറിയാം. 30 യൂറോ? ഇതാണ് പറയുന്നത് ഊക്കും ഉപദേശവും കൂടെ ഒരുമിച്ച് വേണ്ടെന്ന്. രണ്ടിലേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും WCCയുടെ വളർച്ചയ്ക്ക് നല്ലത്. ആരവിടെ വന്നിരിക്കുന്നത്? മൂഞ്ചി കണ്ടറിയാം. 30 യൂറോ? എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാൽ മതി. ചേടാ,
അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ കൊച്ചുതാരയ്ക്ക് കുറച്ച് വട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്. കാര്യം അതുപോലെയാണ് പെരുമാറ്റമൊക്കെ. സംവിധായക ഉദ്ദേശിച്ചത് ഒരു ആഷ് പുഷ് യോയോ കൈൻ്റെ ക്യാരക്ടറാണ്. പക്ഷെ അഭിനയിച്ച് വന്നപ്പോൾ അരപ്പിരി ലൂസായ പോലത്തെ ക്യാരക്ടറായിപ്പോയി. നീ നല്ല അസല് പറങ്കിയല്ലേ. ഫുട്ബോളും ഹിപ്പ് ഹോപ്പും സിനിമയും വൈനും വയലൻസും ഒരല്പം വട്ടും കൂടെ ചേർന്നൊരു പറങ്കി. ആ പേര് വേണമെന്ന് പരിഷ്കരിച്ച് പങ്കി എന്നാക്കാം. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. യു ആർ എ സൂപ്പർ സ്റ്റാർ. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ അപ്പൊ ജയ് കൊച്ചുതാരയോട് പറയും, നിർത്ത് നിന്റെ കൊണവധികാരം നിർത്ത്, എനിക്ക് വലിയ താരയെ കാണണമെന്ന്. പക്ഷേ I need to talk to Tara. Whoops, Tara's no more. മറ്റന്നാ മൂപ്പത്തിയുടെ ഓർമ്മ ദിവസം, വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി ശല്യപ്പെടുത്തണ്ടേ. അപ്പൊ താര മരിച്ചു എന്നറിയുമ്പോൾ ജയ് ഉള്ള സത്യം അങ്ങ് തുറന്ന് പറയും. നിങ്ങൾ കരുതുന്ന പോലെ ജയ് ആളൊരു പൊട്ടനായിരുന്നില്ല. തരം കിട്ടിയ താര തേച്ചിട്ട് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് പണ്ട് ഒളിച്ചോടുന്നതിനിടയ്ക്ക് ജയ് തന്നെയാണ് അവർ നിൽക്കുന്ന സ്ഥലത്തിനെ പറ്റി ഡേവിഡ് ഈപ്പനെ ഫോൺ വിളിച്ച് പറഞ്ഞത്. ഈ ജയ് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഡേവിഡ് ഈപ്പൻ വന്നത്. കാരണം താരയുടെ ഈ വട്ടും കെട്ട് തുള്ളിയാല് തന്റെ കരിയറും ജീവിതവും കോഞ്ഞാട്ടയാകുമെന്ന് ജയ്ക്ക് അറിയാമായിരുന്നു. ഇപ്പോഴെങ്ങനെ തട്ടാൻ തട്ടിയോ? അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? ഞാൻ ജനിച്ചത് ഒറ്റ തന്തക്കാ, തട്ടാൻ ഗോപാലനായന്റെ തന്ത. അപ്പോഴാണ് കൊച്ചുതാര ഒരു സത്യം ജയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വലിയ താര ചത്തിട്ടില്ലെന്ന്. സ്വന്തം അമ്മ മരിച്ച് മണ്ണടിഞ്ഞെന്ന് പറഞ്ഞത് കൊച്ചുതാരയുടെ ഒരു കൊച്ചു പ്രാങ്ക് ആയിരുന്നു. അപ്പൊ ജയ് താരയോട് ആ സത്യം നേരിട്ട് പറയും. അതായത് പണ്ട് ജയ് വിളിച്ചു പറഞ്ഞിട്ടാണ് ഡേവിഡ് ഈപ്പൻ ആ സ്പോട്ടിലെത്തിയതെന്ന്. പക്ഷേ താര ഞെട്ടുന്നില്ല. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. ആ സസ്പെൻസ് ഡേവിഡ് അന്നേ പൊളിച്ചതാണ്. ഒരു ഉപകാരം ചെയ്യണം താര, അവൾ അറിയരുത് ഒന്നും. നീ ഇവിടെ ഉള്ള കാര്യം അവൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? താര ഞെട്ടിയില്ലെന്ന് മാത്രമല്ല, സൂപ്പർ സ്റ്റാർ ജയ്യെ ഞെട്ടിക്കാനുള്ള ട്വിസ്റ്റ് താരയുടെ കയ്യിലുമുണ്ട്. എന്നെ ഗർഭരണിയാക്കിയിട്ട് നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ജീവിക്കാണല്ലേ? പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം. അത് വേറൊന്നുമല്ല, നസീറിന്റെ കാലം തൊട്ടേയുള്ള ട്വിസ്റ്റാണ്. അതായത് ഈ കൊച്ചു താരയുടെ അച്ഛൻ ഡേവിഡ് ഈപ്പൻ അല്ല, ജയ് ആണ്. അന്നേരം ഞാൻ ആലോചിച്ചത് പാവം ഡേവിഡ് ഈപ്പന്റെ അവസ്ഥയെക്കുറിച്ചായിരുന്നു. കാര്യം ഇത്രയും വർഷം ഈ വലിയതാരയും കൊച്ചുതാരയും സഹിച്ച് കോടീശ്വരനിൽ നിന്നും പിച്ചക്കാരനായി മാറിയ ഡേവിഡ് ഈപ്പന് വേണം ഏഷ്യാനെറ്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. സേലം മാങ്ങ 1.5 കിലോ പത്തേ. ആ തേങ്ങ നാടൻ തേങ്ങ 1 10. മാങ്ങ സേലം മാങ്ങ 1.5 കിലോ പത്തേ. തേങ്ങ നാടൻ തേങ്ങ 1 10. വെള്ളരി മത്തങ്ങ കോവക്ക നാരങ്ങ തുടുത്ത പാവക്ക 110. ഈന്ത പഴവും 110. ഉണക്ക മുന്തിരി 38, ചൊറിയൻ ചേമ്പിന് 56. നില്ല് പഴങ്ങളെല്ലാം വായോ വാങ്ങാൻ വായോ, പഴങ്ങളെല്ലാം തീരാൻ പോണേ. മാങ്ങ സേലം മാങ്ങ 1.5 കിലോ പത്തേ. തേങ്ങ നാടൻ തേങ്ങ 1 10.